ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മഹാനുഭാവന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. ഖറജ ഉമറു ഇലാ ഹായിത്തിൻ ലഹു വറജഅ മിനൽ ഹായിത്തി വന്നാസു ഖദ് സല്ലൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരിക്കൽ ആദ്യ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. മഹാനുഭാവൻ തന്റെ തോട്ടത്തിനുള്ളിലേക്ക് കടക്കുകയാണ്. തന്റെ തൊഴിലാളികൾക്ക് വേതനം നൽകുകയാണ്. തൊഴിലാളികൾക്ക് വേതനം നൽകി പുറത്തിറങ്ങിയ മഹാനുഭാവൻ കാണുന്നത് വറജഅ മിനൽ ഹായത്തി വന്നാസു ഖദ് സല്ലൂ. ജനങ്ങൾ മുഴുവനും നിസ്കരിച്ചിട്ട് പോകുന്നതാണ് മഹാനുഭാവൻ കാണുന്നത്. തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ജനങ്ങൾ മുഴുവനും ആദ്യ ജമാഅത്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ. ആദ്യ വഖത്ത് കഴിഞ്ഞിട്ടില്ല, ആദ്യ ജമാഅത്ത്. കാരണം എന്താ, ബാങ്ക് വിളി കേൾക്കുന്നില്ല. ഇന്നത്തെ പോലെ മൈക്ക് സമ്പ്രദായമൊന്നും ഇല്ലല്ലോ. ബാങ്ക് വിളിക്കുന്നു, വേഗം തന്നെ സുന്നത്ത് നിസ്കരിക്കുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു, പെട്ടെന്ന് തന്നെ കഴിയുന്നു. അങ്ങനെയാണ് സമ്പ്രദായം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കയറിയ തോട്ടത്തിനുള്ളിലേക്ക് അവിടുത്തെ ജോലിക്കാർക്ക് വേതനം നൽകി തിരിച്ചു ഇറങ്ങി വരുമ്പോഴത്തേക്കും സുബ്ഹാനല്ലാഹ്, ജമാഅത്ത് കഴിഞ്ഞ് ജനങ്ങൾ ഇങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തു വരുന്നു. ഇതാണ് കാണുന്നത് നേരെ. فقال عمر بن الخطاب رضي الله تعالى عنه, عمر بن الخطاب رضي الله تعالى عنه ഉടനെ പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ പദം ഇതാണ്. മുസീബത്തുണ്ടാകുമ്പോൾ മുഅ്മിൻ ചൊല്ലുന്ന പദമാണല്ലോ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതാണ്. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون وإنا إليه راجعون. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് മുസീബത്തുണ്ടാകുമ്പോ, വിഷമമുണ്ടാകുമ്പോ, പ്രയാസമുണ്ടാകുമ്പോ അവൻ ചൊല്ലുന്ന പദമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് തന്നെയാണ് മടക്കമെന്നുള്ള പദം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചൊല്ലുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലി. എന്നിട്ട് മഹാനുഭാവന് പറയുകയാണ്, യാ മഅ്ശറൽ മുസ്ലിമീൻ, യാ മഅ്ശറൽ മുസ്ലിമീൻ, അല്ലയോ മുസ്ലിം സമൂഹമേ, ഉശ്ഹിദുകും അന്നി അഹ്ദൈതു ഹായിതി ലിൽ മസാകീൻ. അല്ലയോ മുസ്ലിം സമൂഹമേ, നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാനിതാ പറയുകയാണ്, അന്നി അഹ്ദൈതു ഹായിതി ലിൽ മസാകീൻ. ഏതൊരു തോട്ടമാണോ എന്നെ നമസ്കാരത്തിന്റെ ആദ്യ ജമാഅത്തിനെ തൊട്ട് ജോലിയാക്കിയത്, ആ തോട്ടം മുഴുവനും ഞാനിതാ പാവപ്പെട്ടവർക്ക് ഹദിയ നൽകുന്നു. കഫാറതൻ അന്നി. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലെത്തുമ്പോ, അള്ളാന്റെ കോടതിയിലെത്തുമ്പോ അള്ളാഹു ഒരിക്കലും എന്നോട് ചോദിക്കരുത്, എന്തേ ഉമറേ നീ ആ നമസ്കാരത്തിന്റെ ആദ്യ ജമാഅത്ത് ശ്രദ്ധിക്കാനെന്ന് പടച്ചറപ്പ് ചോദിക്കാതിരിക്കാൻ പ്രായച്ചിത്തമായിട്ട് ഞാൻ നൽകുകയാണ്. എന്നെ ഏതൊരു തോട്ടമാണോ ആദ്യ ജമാഅത്തിനെ തൊട്ട് ജോലിയാക്കിയത്, ആ തോട്ടം മുഴുവൻ ഞാനിതാ പാവപ്പെട്ടവർക്ക് ഹദിയ നൽകുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് ചിന്ത. നമ്മൾ ചിന്തിക്കണം. തന്നെ ഏതൊരു നമസ്കാരമാണ് ജോലിയാക്കിയത്, ഏതൊരു തോട്ടം, ആ തോട്ടത്തെ പരിപൂർണമായി കൊടുത്തു പാവപ്പെട്ടവർ. ചരിത്രത്തിൽ കാണാം, പിന്നീട് ഒരിക്കലും മരണം വരെയും മഹാനുഭാവൻ ആ തോട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ഉപകരിക്കട്ടെ, ആർക്ക് വേണമെങ്കിലും എടുക്കാം. അദ്ദേഹം പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല, തോട്ടത്തിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജമാഅത്തിനോടുള്ള താല്പര്യമാണത്. ജമാഅത്തിനോടുള്ള താല്പര്യം, ഒരു ജമാഅത്ത് ഒഴിഞ്ഞു പോകുന്നതിനോടുള്ള വിഷമം. എല്ലാവരും അങ്ങനെ തന്നെയാണ്, സ്വഹാബത്തും അങ്ങനെ തന്നെയാണ്.
എല്ലാ സഹാബത്തും അങ്ങനെ തന്നെയാണ്, താബിഈകൾ അങ്ങനെ തന്നെയാണ്. റബീ ഇബ്നു ഹൈസം എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, താബിഈകളിൽ പ്രമുഖനായ വ്യക്തി, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അരുമ ശിഷ്യൻ റബീ ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാല് തളർവാദം പിടിക്കാൻ, നമസ്കരിക്കാൻ വേണ്ടി രാവിലെ സുബഹിക്ക് നോക്കുമ്പോൾ കാല് അനക്കാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ടവരതാ തന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളോട്, അയൽവാസികളോട് പറയുകയാണ്, എന്നെ പള്ളിയിലേക്കൊന്ന് കൊണ്ടുപോകണേ, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കണേ. റബീ ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹു വകാന യതവക്കു അലാ റിജ്ലൈഹി, രണ്ട് കാലുകൾ നിലത്തൂടി വലിച്ചിഴച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന അയൽവാസികളുടെ തോളിൽ, സഹോദരങ്ങളുടെ തോളിൽ പള്ളിയിലേക്ക് കടന്നു വരുകയാണ്. പള്ളിയിൽ വന്ന് സുബഹി നമസ്കരിച്ചിട്ട് പുറത്തിറങ്ങുമ്പോ ഖതീബ് ഉസ്താദ് ചോദിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റുഖ്സ നൽകിയിട്ടില്ലയോ, ഇളവ് നൽകിയിട്ടില്ലയോ? യാ അബാ മുഹമ്മദ് ഖദ് റഖസല്ലാഹു ലക അൻ തുസല്ലിയ ഫീ ബൈതിക വ അൻത മഅദൂർ. അല്ലയോ അബാ മുഹമ്മദേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? നിങ്ങൾക്ക് കാലിന് സുഖമില്ലാത്തതല്ലയോ? അല്ലാഹു നിങ്ങൾക്ക് ഇളവ് നൽകിയിട്ടില്ലയോ? നിങ്ങൾക്ക് വീട്ടിൽ നമസ്കരിച്ചുകൂടെയോ എന്ന് മഹാനുഭാവരുടെ ഖതീബ് ഉൾപ്പെടെ ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തോട് പറയുകയാണ്, അന്തും തഖൂലൂന കമാ തഖൂലൂൻ, നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾക്ക് പറയാം, പക്ഷേ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ ഉത്തരം നൽകണേ. വലൗ ഹബ്വാ, മുട്ടിലഴഞ്ഞിട്ടാണെങ്കിലും നമസ്കാരത്തിന് ചേർത്ത് ചെലുത്തണേ എന്ന് റബീ ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹു. ബാങ്ക് വിളിക്കുമ്പോൾ എനിക്ക് വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല, എനിക്ക് പുറത്തിറങ്ങണം, എനിക്ക് നിസ്കരിക്കണം, അതാണ് എന്റെ ചിന്ത. ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? പള്ളിയിലുണ്ടെങ്കിൽ പതുക്കെ പുറത്തോട്ട് പോകും, പള്ളിയുടെ മുറ്റത്തേക്കാണെങ്കിൽ പതുക്കെ വീടിയും വലിച്ചു പുറത്തോട്ട്. പള്ളിയുടെ മുറ്റത്ത് എത്തി എന്നാൽ തന്നെ നേരത്തെ കയറിയിരുന്ന ഒരു 10 സ്വലാത്ത് ചെല്ലുകയും റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുകയും തഹിയ്യത്ത് നിസ്കരിക്കുകയും ഒന്നും ചെയ്യൂല. വെറുതെ ഇങ്ങനെ പള്ളിയുടെ മുറ്റത്ത് കറങ്ങി ഇങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞ് അവിടെ ഇവിടെ കറങ്ങി നിൽക്കും. കുറച്ചേരം ബാത്റൂമിൽ എടുത്തു പോയി നിൽക്കും, അവിടെ കുറച്ചേരം പൈപ്പ് തുറന്ന് കളിക്കും. എന്തുമാത്രം വെള്ളമാണ് കളി, പൈപ്പ് തുറന്നു വെച്ച്. ബഹുമാനപ്പെട്ട ഇബ്നു ഉഖൈൽ റഹിമഹുല്ലാഹ് ശാഫിഈ ഫിഖ്ഹിൽ കർമ്മശാസ്ത്ര പണ്ഡിതനാണ്, വലിയ മഹാനാണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഇന്നി കുന്തു അഗ്സിലുൽ ഉൾവ ഫഅഖൂലു ഫീ നഫ്സി മാ ഗസൽതുഹു വഉകബ്ബിറു ഫഅഖൂലു ഫീ നഫ്സി മാ കബ്ബർതുഹു ഫമാദാ തറാ ഫിയാ. ഞാൻ വുളു എടുത്തു കഴിയുമ്പോൾ എന്റെ മനസ്സ് പറയും വുളു എടുത്തിട്ടില്ല എന്ന് പറയും. ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടും, എന്നിട്ട് എന്റെ മനസ്സ് പറയും ഞാൻ കൈ കെട്ടിയിട്ടില്ല, തക്ബീർ കെട്ടിയിട്ടില്ല എന്ന് എന്റെ മനസ്സ് പറയും. അപ്പൊ മാതാ തറാഫിയ, നിങ്ങൾ എന്താണ് എന്റെ വിഷയത്തിൽ അഭിപ്രായപ്പെടുന്നത്? ഞാൻ എന്ത് രീതിയിൽ പ്രവർത്തിക്കണം, എന്താണ് ചെയ്യേണ്ടത്? വസ്വാസിന്റെ ആളാണ്, വസ്വാസിന്റെ ഹരികാരനാണ്. ഉടനെ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതൻ ഇബ്നു ഉഖൈൽ റഹിമഹുല്ലാഹ് മഹാനുഭാവൻ പറഞ്ഞ ഒരു മറുപടി, ലാ തജിബു അലൈക സ്വലാ, നിനക്ക് നമസ്കാരം നിർബന്ധമില്ല എന്നാണ്. ഉടനെ ചോദ്യകർത്താവ് ദേഷ്യം പിടിച്ചു. നിങ്ങൾ പറഞ്ഞത്? അദ്ദേഹം ശുണ്ഠിയായി ദേഷ്യം പിടിച്ചിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളോട് ഒരു മസല ചോദിച്ചപ്പോൾ നിങ്ങൾ ആളെ കളിയാക്കണം, നിസ്കരിക്കണ്ട, നിസ്കാരം നിർബന്ധമില്ലെന്നാണോ പറയുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, വല്ലദീ യഗ്സിലുൽ ഉദ്വ ഫയഖൂലു ഫീ നഫ്സിഹി മാ ഗസൽതുഹു വല്ലദീ യുകബ്ബിറു ഫയഖൂലു ഫീ നഫ്സിഹി മാ കബ്ബർതുഹു ഫഹാദാ മജ്നൂൻ വൽ മജ്നൂനു ലാ തജിബു അലൈഹി സ്വലാം. വുളു എടുത്തിട്ടില്ല എന്ന് പറയുന്നവൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടിയിട്ട് ഞാൻ കൈകെട്ടിയിട്ടില്ല എന്ന് പറയുന്നവൻ ഫഹാദാ മജ്നൂൻ, ഇവൻ സത്യത്തിൽ ഇവൻ ഭ്രാന്തനാണ്. വൽ മജ്നൂനു ലാ തജിബു അലൈഹി സ്വലാ, ഭ്രാന്തന്റെ മേൽ നിസ്കാരം നിർബന്ധമില്ല. അങ്ങനെയാണല്ലോ ശറഈന്റെ വിധി, അങ്ങനെയാണ്. ഭ്രാന്തന്റെ മേൽ നിസ്കാരം നിർബന്ധമില്ല. അതുകൊണ്ട് നീ നിസ്കരിക്കണ്ട, നിനക്ക് നിസ്കാരം നിർബന്ധമില്ല. ഇബ്നു ഉഖൈൽ റഹിമഹുല്ലാഹയുടെ ഈ വാദം കേട്ടിട്ട് അദ്ദേഹം പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും വസ്വാസ് കാണിച്ചിട്ടില്ലെന്ന്. നന്നായി പോയി.
പിന്നെ അദ്ദേഹം ഈ ഭ്രാന്ത് പരിപാടിയില്ല. അങ്ങനെയുണ്ട് നമ്മുടെയൊക്കെ ആളുകൾക്കിടയിൽ പലരും നമ്മൾ നിരീക്ഷിക്കുന്നവരാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ കൈയിട്ട് ഇങ്ങനെ നിൽക്കും. ഓളമൊക്കെ നിലച്ചതിന് ശേഷം കൈ ഉയർത്തുള്ളൂ, വെള്ളം എടുക്കുള്ളൂ. അതുപോലെ തന്നെ ചില ആളുകൾ കൈകെട്ടുന്നിടത്ത് ഇങ്ങനെ വസ്വാസ് കാണിച്ചുകൊണ്ടേയിരിക്കും. ഈ വസ്വാസൊക്കെ തീരും ഇമാം റുക്കൂയിലേക്ക് എത്തിയ വേഗം തന്നെ കൈകെട്ടി റുക്കൂയിലേക്ക്. അതുവരെ ഇങ്ങനെ കളിച്ചിരിക്കും. ഫാത്തിഹ ചിലപ്പോൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു വസ്വാസ. അത് വലഹാൻ എന്ന പിശാചിന്റെ അകപ്പെട്ടവനാണ്. വെള്ളവും അത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനവുമായി നീങ്ങുന്നവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വെള്ളത്തിൽ കിടന്ന് കൂടുതൽ കളിക്കാൻ അങ്ങനെ ഉണ്ട് ചില സ്ത്രീകളും കുളിക്കാൻ കയറി കഴിഞ്ഞാൽ വെള്ളവുമായിട്ട് അങ്ങനെ ശൈത്താൻ കയറുന്നതാണ്. വെറുതെ പറയില്ലല്ലോ, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതല്ലേ. പിശാച് ബാധ ഏൽക്കുന്നതാകുന്ന സ്ഥലങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ആയിരിക്കും പിശാച് ഉള്ളിലേക്ക് കടക്കുക. വളരെ ചിന്തിക്കണേ, വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ആയിരിക്കും പിശാച് ഉള്ളിലേക്ക് കടക്കുക.